യുവജനോത്സവ വിജയിക്ക് സ്വർണ്ണക്കപ്പ് നൽകണമെന്ന ആശയം മുന്നോട്ടുവെച്ചത് മഹാകവി വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ്. കപ്പ് രൂപകൽപ്പന ചെയ്യാൻ അദ്ദേഹം നിയോഗിച്ചത് ചിത്രകാരനായ ചിറയിൻകീഴ് ശ്രീകണ്ഠൻ നായരെ. ഗുരുസ്ഥാനീയനായ വൈലോപ്പിള്ളി ആവശ്യപ്പെട്ടത് മലയാളത്തിന്റെ സംസ്കാരവും കലയും നാദവും കപ്പിലുണ്ടാകണമെന്നായിരുന്നു. ഗ്രന്ഥം അടിസ്ഥാനമാക്കി വളയിട്ട കൈയിൽ വലംപിരി ശംഖിന്റെ മാതൃക നിമിഷനേരം കൊണ്ട് ശ്രീകണ്ഠൻ നായർ കടലാസിൽ പകർത്തി. അതിൽ സൗന്ദര്യം വേണം, സാഹിത്യം ഉണ്ടായിരിക്കണം, കലയുണ്ടായിരിക്കണം. ഇത് മൂന്നും കൂടെ ചേർത്ത് എങ്ങനെ ഉണ്ടാക്കും? ഞാൻ എന്നെ പഠിപ്പിച്ച എല്ലാ ഗുരുനാഥന്മാരെയും ഈശ്വരനെയും പ്രാർത്ഥിച്ചുകൊണ്ട് പേനയെടുത്ത് വരച്ച്. ഗ്രന്ഥത്തിലെ അറിവ് എന്നിലേക്ക് പകരണമേ എന്ന സന്ദേശമാണ് കപ്പ് നൽകുന്നത്. ഈ ചിത്രം പിന്നീട് സ്വർണത്തിൽ രൂപമെടുക്കുകയും ചെയ്തു. 1987 കോഴിക്കോട് നടന്ന കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായ തിരുവനന്തപുരം ജില്ലയ്ക്കാണ് ആദ്യമായി സ്വർണ്ണക്കപ്പ് ലഭിച്ചത്. പിന്നീട് ഇങ്ങോട്ട് ഓരോ കലോത്സവം നടക്കുമ്പോഴും ശ്രീകണ്ഠൻ നായരുടെ മനസ്സും സ്വർണ്ണക്കപ്പിനൊപ്പം വിജയികളുടെ സന്തോഷത്തിൽ പങ്കുചേരുകയാണ്. ക്യാമറാമാൻ എസ് അനോഷിനൊപ്പം മിഥില ബാലൻ, മീഡിയ 1, തിരുവനന്തപുരം.